നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SDPI നേതാവിനെ ED അറസ്റ്റ് ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായത് SDPI ദേശീയ പ്രസിഡന്റ് വിളയൂർ കൂരാച്ചിപ്പടി സ്വദേശി MK ഫൈസി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേതാവിനെ കസ്റ്റഡിയിലെടുത്തത് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച്. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥ പ്രയാണം തുടരുന്നു. M സ്വരാജ് നയിക്കുന്ന ജാഥയ്ക്ക് തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ജാഥയെ ജില്ല വരവേറ്റത് കൊച്ചി പാലത്തിൽ വെച്ച്. പട്ടാമ്പി വള്ളൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. അപകടം സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച്. മരിച്ചത് തിരുവേഗപ്പുറ കൈപ്പുറം പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് ഷനൂബ്. കാർ സ്കൂട്ടർ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിലിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. വ്യാപാര വാണിജ്യ മേഖലയിൽ കൂടുതൽ ഇടപെടാൻ CITU ശ്രമിക്കണമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ വ്യാപാര വാണിജ്യ മേഖല തൊഴിലാളികളുടെ ധർണ. തൊഴിലാളി സംരക്ഷണത്തിനായി CITU ഇറങ്ങുമ്പോൾ സ്ഥാപനം പൂട്ടിക്കാൻ ഇറങ്ങി എന്ന പ്രചരണം വ്യാപകമാകുന്നത് നിർഭാഗ്യകരമെന്നും EN സുരേഷ് ബാബു. വാർത്തകൾ വിശദമായി. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് SDPI നേതാവ് അറസ്റ്റിൽ. SDPI ദേശീയ അധ്യക്ഷനും വിളയൂർ കൂരാച്ചിപ്പടി സ്വദേശിയുമായ MK ഫൈസിയെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തതായാണ് ലഭ്യമായ വിവരം. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 8 രാജ്യവ്യാപകമായി NIA പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും രേഖകൾ ഓഫീസിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇത് പരിശോധിച്ചതിൽ നിന്നാണ് SDPI ദേശീയ അധ്യക്ഷന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത്. EDയുടെ ഡൽഹി യൂണിറ്റാണ് ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ ED പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് തൃശൂർ ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം സ്വീകരണം നൽകി. വിവിധ വാദ്യമേളങ്ങളും പൂക്കാവടിയോടുകൂടിയാണ് ജാഥയെ വരവേറ്റത്. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥ മാനേജർ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പലോളി, ജാഥ അംഗം SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K അനുശ്രീ എന്നിവർ അനുഗമിക്കുന്ന പതാക ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത്. സ്വീകരണത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി K മുരളീധരൻ, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M വർഗീസ്, സേവ്യർ ചിറ്റിലപ്പള്ളി MLA, KV നഫീസ, മേരി തോമസ്, ഉഷ പ്രഭുകുമാരി, M ബാലാജി, PA ബാബു, ഏരിയ നേതാക്കളായ K നന്ദകുമാർ, M സുലൈമാൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, KP അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പിക്കടുത്ത് വള്ളൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. തിരുവേഗപ്പുറ കൈപ്പുറം സ്വദേശി പുളിക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുഹമ്മദ് ഷനൂബാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ 2ാം മൈൽസിലാണ് സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. തിരുവേഗപ്പുറ കൈപ്പുറത്ത് താമസിക്കുന്ന പുളിക്കൽ വീട്ടിൽ 23 വയസ്സുള്ള മുഹമ്മദ് ഷനൂബാണ് മരിച്ചത്. കാർ സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കൊപ്പം ഭാഗത്തു നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്നു സ്വകാര്യ ബസ്. ബസ് ജീവനക്കാർ ഉടൻ തന്നെ ഷനൂബിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സഹോദരന്റെ സ്കൂട്ടറിൽ പട്ടാമ്പിയിൽ നിന്ന് തിരുവേഗപ്പുറയിലേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ സ്വകാര്യ ബസ്സിൽ യാത്രക്കാരിയുടെ സ്വർണ്ണമാല കവർന്നു. മാസ്ക് ധരിച്ച സ്ത്രീ യാത്രക്കാരിയുടെ മാല കവരുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചെർപ്പളശ്ശേരി സ്വദേശിനിയുടെ 3 പവൻ വരുന്ന മാലയാണ് നഷ്ടമായത്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോഴാണ് സംഭവം. 2 സ്ത്രീകൾ ചേർന്നാണ് കവർച്ച നടത്തിയത് എന്നാണ് നിഗമനം. ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് മോഷണ കേസ് പ്രതികളെ ചെറുതുരുത്തിയിൽ നിന്നും തമിഴ്നാട് പോലീസ് പിടികൂടി. പിടിയിൽ ആയത് 2 വീടുകൾ കുത്തിത്തുറന്ന് 32 പവൻ സ്വർണവും
1 കിലോ വെള്ളിയും മോഷ്ടിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് കോളനിയിൽ താമസിക്കുന്ന 27 വയസ്സുള്ള അജിത്തിനെയും സഹോദരി ഭർത്താവ് 40 വയസ്സുള്ള വെങ്കടേഷിനെയും. തമിഴ്നാട് കടവല്ലൂർ ജില്ലയിലെ വിരുദാചലം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഒരേ ദിവസം 2 വീടുകൾ കുത്തി തുറന്നാണ് 32 പവൻ സ്വർണവും 1 കിലോ വെള്ളിയും 2 ലക്ഷം രൂപയും മോഷ്ടിച്ചത്. വിരുദാചലം സ്റ്റേഷൻ SI ചന്തുവും സംഘവും ചെറുതുരുത്തി SI വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് പ്രതിയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പിടികൂടിയത്. അജിത്ത് 1ാം പ്രതിയാണ്. മോഷണത്തിന് ശേഷം സഹോദരിയുടെ വീടായ ചെറുതുരുത്തിയിൽ വന്ന് താമസിക്കുകയായിരുന്നു. അജിത്തിന് അഭയം കൊടുത്തതിലും മറ്റ് അജിത്തിന്റെ സഹായികളെ ബന്ധപ്പെടാൻ ഫോൺ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതിലുമാണ് വെങ്കടേഷിനെതിരെയുള്ള കുറ്റം. തമിഴ്നാട് പോലീസ് സംഘത്തോടൊപ്പം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ, ഗിരീഷ്, ഷംസുദ്ദീൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് KSU മാർച്ചിൽ സംഘർഷം. ലഹരി വ്യാപനത്തിനെതിരെ പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മാർച്ചിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ബാരിക്കേഡ് മറികടക്കാൻ KSU പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. KSU വനിതാ പ്രവർത്തകരും ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ കൂടുതൽ വനിതാ പോലീസ് എത്തിയാണ് ഇവരെ പിടിച്ചുമാറ്റിയത്. സംഘർഷം നീണ്ടതോടെ പ്രവർത്തകർ റോഡ് ഉപരോധിക്കാനായി ശ്രമിച്ചതും പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനായി വാഹനത്തിൽ കയറ്റിയതോടെ വാഹനത്തിനു മുന്നിൽ കയറിയും KSU പ്രവർത്തകർ പ്രതിഷേധിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, ശ്യാം പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടാണ് പ്രവർത്തകരെ അനുനയിപ്പിച്ചത്. KSU വനിതാ പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചതായി KSU ജില്ലാ നേതൃത്വം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഫെയർ മീറ്റർ തകരാറിലായാൽ യാത്ര സൗജന്യമെന്ന തെറ്റായ ഉത്തരവ് പിൻവലിക്കണമെന്ന് മോട്ടോർ തൊഴിലാളി യൂണിയൻ INTUC ആവശ്യമുന്നയിച്ച് വാണിയംകുളത്ത് തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. വാണിയംകുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം PK ദാസ് ആശുപത്രി പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധ യോഗത്തിൽ റീജിയണൽ വൈസ് പ്രസിഡന്റ് ജയരാജൻ സ്വാഗതം പറഞ്ഞു. INTUC ഷൊർണൂർ റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടയിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PK വേണു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശിവപ്രകാശൻ മാസ്റ്റർ, VN കൃഷ്ണൻ, ഉണ്ണി മാസ്റ്റർ, കർഷക കോൺഗ്രസ് ഷൊർണൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ വാക്കയിൽ, R സുരേഷ് ബാബു, റസാഖ് നെല്ലായ, ഹരി ഷൊർണൂർ, INTUC മണ്ഡലം പ്രസിഡന്റുമാരായ TS വിനയൻ, KP വേണു നെല്ലായ, രാജു അനങ്ങനടി, സുലൈമാൻ നെല്ലായ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മീറ്റർ പ്രവർത്തിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ആവശ്യമുന്നയിച്ച് യൂണിയൻ പട്ടാമ്പി, തൃത്താല ഡിവിഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് RT ഓഫീസ് മാർച്ച് നടത്തി. മേലെ പട്ടാമ്പി അലക്സ് തിയേറ്ററിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. ജോയിന്റ് RT ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കാനുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. യൂണിയൻ ജില്ലാ സെക്രട്ടറി AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നിയമാനുസൃതമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഒരു ഘട്ടത്തിലും CITU യൂണിയൻ എതിരെ നിന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ പൈസക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവും വലിയ ജീവിത ചെലവും പ്രയാസങ്ങളെല്ലാം വരുമ്പോൾ കാലാനുസൃതമായി ചാർജ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരം നടത്താറുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അതിൽ ചില വർധനവുണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കാറ്. അതല്ലാതെ നാട്ടില് ഓട്ടോറിക്ഷയിൽ കയറുന്ന, വാഹനത്തിൽ കയറുന്ന സാധാരണക്കാരായ മനുഷ്യരെ കൊള്ളയടിച്ച് ജീവിക്കുന്നവരല്ല ഈ തൊഴിലാളികൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം.
പി മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MK പ്രദീപ്, MR ജയശങ്കർ, ഉണ്ണികൃഷ്ണൻ, രാമചന്ദ്രൻ, KP അജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വ്യാപാര വാണിജ്യ മേഖലകളിൽ കൂടുതൽ ഇടപെടാൻ CITU ശ്രമിക്കണമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാര വാണിജ്യ മേഖല CITU തൊഴിലാളികൾ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിലും സമരത്തിനൊപ്പം തൊഴിലാളികൾ പലരും നിൽക്കാത്തത് തൊഴിൽ നഷ്ടമാകുമെന്ന ഭയം കൊണ്ടാണെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. തൊഴിലാളി ചൂഷണം കൂടുതൽ നടക്കുന്ന മേഖലയാണ് വ്യാപാര വാണിജ്യ മേഖല. തൊഴിലാളി സംരക്ഷണത്തിനായി സർക്കാർ നിയമമുണ്ടെങ്കിലും നടപ്പിലാവുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നില്ല. തൊഴിലാളി സംരക്ഷണത്തിനായി CITU ഇറങ്ങിയാൽ സ്ഥാപനം പൂട്ടിക്കാൻ CITU ഇറങ്ങിയെന്ന പ്രചരണമാണ് വ്യാപകമാകുന്നത്. ക്ഷേമനിധിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു. മറ്റൊരു മേഖല യഥാർത്ഥത്തിലില്ല. അപ്പം നമുക്ക് വേണ്ടത്ര ഈ മേഖലയിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ള പോരായ്മ ആദ്യം തന്നെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ നമ്മുടെ ജില്ലയിൽ തന്നെ 10,000-കണക്കിന് ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്നവരാണ്. അപ്പോൾ കേരള സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി നിയമത്തിലെ ഒരു ആവശ്യമാണ് ഇരിപ്പിടാവകാശം. അത് കർശനമായി നടപ്പിലാക്കുക. ആ ഇരിപ്പിടാവകാശം കർശനമായി എത്ര ഷോപ്പ് ഉടമകൾ നടപ്പിലാക്കുന്നത് നമുക്ക് നടപ്പിലാക്കാൻ തയ്യാറാകാൻ വേണ്ടി CITU മുൻകൈയെടുത്ത് പോയാൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും ചിലപ്പോൾ ഈ ആവേശത്തിൻ്റെ ഒപ്പം നിൽക്കില്ല. യൂണിയൻ പ്രസിഡന്റ് M ഹംസ അധ്യക്ഷത വഹിച്ചു. TK നൌഷാദ്, കൃഷ്ണകുമാർ, രവി ചെറുതറ, PG രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വേനൽ ചൂട് ഉയർന്നതോടെ പറളി കണ്ണാടിപ്പുഴ വറ്റിവരളുന്നു. ഇതുമൂലം കുടിവെള്ളം പ്രതിസന്ധിയിലാകുമോ എന്നാണ് നാട്ടുകാരുടെ ആശങ്ക. വേനലിന്റെ തുടക്കത്തിൽ തന്നെ പുഴ വറ്റിയത് ശുദ്ധജല വിതരണത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് പഞ്ചായത്ത് ഭരണസമിതിയും. വേനൽ ചൂട് ഉയർന്നതോടെ ജലസംഭരണികളിൽ ജലത്തിന്റെ അളവ് ക്രമാതീതമായി താഴ്ന്നു. പുഴകളിലും തോടുകളിലും വെള്ളം താഴ്ന്നത് രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണമാകുമോ എന്നാണ് ജനങ്ങളുടെ ആശങ്ക. പറളയിൽ നിറഞ്ഞൊഴുകിയിരുന്ന കണ്ണാടിപ്പുഴ ഏതാനും ദിവസങ്ങൾക്കകം വറ്റിവരണ്ട് പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്ന സ്ഥിതിയിലാണ്. വിവിധ പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണ പമ്പ് ഹൗസുകൾ പ്രവർത്തിക്കുന്നത് കണ്ണാടിപ്പുഴയെ ആശ്രയിച്ചാണ്. വേനൽ ആരംഭത്തിലെ പുഴകളിലെ വെള്ളം വറ്റുന്നത് കുടിവെള്ള പ്രശ്നം സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് ഭരണസമിതികളും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുഴൽമന്ദം ശ്രീ ശബരി സ്കൂളിന്റെ 26ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പൊതുസമ്മേളനം കുഴൽമന്ദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായൺ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥി ആസിക അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഇൻചാർജ് M രമ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ വിജയൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ P കലാധരൻ, PTA പ്രസിഡന്റ് P പ്രസീത, MPTA പ്രസിഡന്റ് അംബിക, ശിശുവാടിക കൺവീനർ N സോണിയ, സ്കൂൾ വിദ്യാർത്ഥികളായ ആശുത, S ശ്രീഹരി, ഘനശ്യം, ദിയ, K ജലജ, S ശ്രീജ, K ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. S ആശുത സ്വാഗതവും അനഘ നന്ദിയും പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ വാസന്തി വിജയകുമാർ സമ്മാന വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പരുതൂർ പഞ്ചായത്ത് പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 12 ലക്ഷം രൂപ ചിലവിൽ 26 പേർക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. പരുതൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 12 ലക്ഷം രൂപ ചിലവിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം നടത്തിയത്. 26 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്രിയ നിർവഹിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം, വലിയ ഭീമമായ തുകയാണ് ഇതിന് വരുന്നത്. 12 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് ഇതിനു വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. ഒരു ലാപ്ടോപ്പിന് 37,000-ൽ പരം രൂപയാണ് വരുന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം
ഒരിക്കലും ഇത് മേടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ള സമയത്താണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരം ഒരു പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ AKM അലി, സൗമ്യ സുഭാഷ്, രജനി ചന്ദ്രൻ, അനിത രാമേന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സാബു, പ്ലാൻ റിസോഴ്സ് പേഴ്സൺ രാമദാസ് പരുതൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീ കുഴുക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് വിവിധ പരിപാടികളോടെ തുടക്കം. ക്ഷേത്രാചാര പരിപാടികൾക്ക് ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ തീയന്നൂർ മനക്കൽ ശ്രീധരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ഉത്സവ പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് പറവെപ്പും നാമജപവും നടന്നു. ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. കൂറയിടൽ ചടങ്ങിന് ശേഷം സന്ധ്യാവേല, കളപ്രദക്ഷിണം, കളംപൂജ, കളംപാട്ട് എന്നീ വിവിധ ക്ഷേത്ര ആചാര പരിപാടികൾ നടക്കും. രാത്രി 9 മണിയോടെ കളംമായ്ക്കൽ ചടങ്ങ് നടക്കും. കൂറ വലിക്കുന്നതോടെ ഉത്സവ പരിപാടികൾക്ക് സമാപനമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. SDPI നേതാവിനെ ED അറസ്റ്റ് ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായത് SDPI ദേശീയ പ്രസിഡന്റ് വിളയൂർ കൂരാച്ചിപ്പടി സ്വദേശി MK ഫൈസി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേതാവിനെ കസ്റ്റഡിയിലെടുത്തത് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച്. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥ പ്രയാണം തുടരുന്നു. M സ്വരാജ് നയിക്കുന്ന ജാഥയ്ക്ക് തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ജാഥയെ ജില്ല വരവേറ്റത് കൊച്ചി പാലത്തിൽ വെച്ച്. പട്ടാമ്പി വള്ളൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. അപകടം സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച്. മരിച്ചത് തിരുവേഗപ്പുറ കൈപ്പുറം പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് ഷനൂബ്. കാർ സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിലിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. വ്യാപാര വാണിജ്യ മേഖലയിൽ കൂടുതൽ ഇടപെടാൻ CITU ശ്രമിക്കണമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ വ്യാപാര വാണിജ്യ മേഖല തൊഴിലാളികളുടെ ധർണ. തൊഴിലാളി സംരക്ഷണത്തിനായി CITU ഇറങ്ങുമ്പോൾ സ്ഥാപനം പൂട്ടിക്കാൻ ഇറങ്ങി എന്ന പ്രചരണം വ്യാപകമാവുന്നത് നിർഭാഗ്യകരമെന്നും EN സുരേഷ് ബാബു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.